വീണ്ടും കഥകളിലേക്ക് സ്വാഗതം. ആഗ്രഹങ്ങൾക്ക് മുൻപിൽ കഷ്ടപ്പെടാനുള്ള മനസ്സും കൂടി ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ ഒരിക്കലും ഒരു വിഷയമാവില്ല എന്നല്ലേ ഏകലവ്യൻ എന്ന കഥ പറയുന്നത്. ഗോത്രവർഗത്തിൽപ്പെട്ട ഏകലവ്യൻ എങ്ങനെ ഭാരതീയ ഹൃദയത്തിൽ ഇടം പിടിച്ചു എന്നുള്ള കഥ ഒന്നുകൂടി കേട്ടു നോക്കിയാലോ. നിഷാദ രാജാവായ ഹിരണ്യധനുസിൻ്റെ പുത്രൻ ഏകലവ്യൻ ആയുധവിദ്യ പഠിക്കാൻ ആഗ്രഹിച്ച് രാജഗുരുവായ ദ്രോണരുടെ അടുത്തെത്തുന്നു. ഗോത്രവർഗത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് തനിക്ക് വിദ്യ പകർന്നു തരാനാവില്ലെന്ന് രാജഗുരു വെളിപ്പെടുത്തുന്നു. കഴിവുകൾക്ക് സ്ഥാനം നൽകാതെ താഴ്വർഗം എന്ന പേര് ചുമത്തി വിദ്യ നിഷേധിക്കപ്പെട്ടതോടെ ഏകലവ്യൻ ആകെ അസ്വസ്ഥനായി. അവൻ്റെ ഉള്ളിൽ വാശിയേറിയ ചിന്തകൾ വളർന്നുകൊണ്ടിരുന്നു. ആയുധവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ രാജകുമാരനെയും ശിഷ്യന്മാരെയും പോലെ താനും ശക്തനായി മാറുമെന്ന് അവൻ ചിന്തിച്ചു. ഗുരുവിൻ്റെ മുമ്പാകെ വിദ്യ അഭ്യസിച്ചാൽ താൻ കഴിവുള്ള ഒരു വില്ലാളിയാകുമെന്ന് അവൻ സ്വയം വിശ്വസിച്ചു. ഇതിനായി ഒരു മാർഗം കാണുന്നു. സ്വന്തം വനത്തിലെത്തി നദിയിൽ നിന്ന് കുറച്ച് ചെളിയെടുത്ത് ദ്രോണാചാര്യരുടെ പ്രതിമ ഉണ്ടാക്കുന്നു. ആ പ്രതിമയ്ക്ക് ജീവനുണ്ടെന്ന് സങ്കല്പിച്ച് അമ്പും വില്ലും എടുത്ത് പ്രതിമയെ ആരാധിച്ച് പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് അഭ്യാസം തുടങ്ങി. വിശ്വാസവും ധൈര്യവും ഉത്സാഹവും ഏകലവ്യനെ അസാധാരണ കഴിവുള്ള വില്ലാളിയാക്കി മാറ്റി. ഒരു ദിവസം തൻ്റെ പരിശീലനത്തിനിടെ ഒരു നായ നിർത്താതെ കുരയ്ക്കുന്നത് അവനിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. നായയെ ഓടിക്കുന്നതിന് പകരം 7 അമ്പുകളെയ്ത് നായയുടെ വായ മുറിവേൽപ്പിക്കാതെ നിറച്ചു. അതിൻ്റെ ഫലമായി അത് വായ തുറന്ന് വനങ്ങളിൽ കൂടി അലഞ്ഞു. വനത്തിൽ വേറൊരു വശത്ത് രാജകുമാരന്മാരും ദ്രോണരും വിദ്യ അഭ്യസിക്കുന്നുണ്ടായിരുന്നു. വായ തുറന്നു നടക്കുന്ന നായയെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇത്രയും സാഹസികമായ അമ്പെയ്ത വില്ലാളി ആരെന്നറിയാൻ ദ്രോണർക്ക് ഉത്കണ്ഠയായി. അങ്ങനെ വില്ലാളിയെ തിരഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഏകലവ്യനെ കാണുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. മുനിയുടെ വാക്കുകളിൽ പുളകിതനായ ഏകലവ്യൻ അങ്ങയാണ് എൻ്റെ ഗുരു എന്ന് വെളിപ്പെടുത്തുന്നു. എന്നാൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ കുട്ടി എങ്ങനെ തൻ്റെ ശിഷ്യനാകും എന്ന ചോദ്യത്തിന് മുൻപിൽ പ്രതിമ ഉണ്ടാക്കി വിദ്യ അഭ്യസിച്ച സത്യം ഏകലവ്യൻ വെളിപ്പെടുത്തുന്നു. മാസങ്ങൾക്ക് മുന്നേ തന്നെ കാണാൻ വന്ന ആ കുട്ടിയെ ദ്രോണരും ഓർക്കുന്നു. ഇതിനിടെ അർജുനനെ ഏറ്റവും വലിയ വില്ലാളിയാക്കണം എന്നായിരുന്നു മുനിയുടെ ഉദ്ദേശം. എന്നാൽ അതിനേക്കാൾ വലിയ വില്ലാളി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തന്നോട് അനുസരണക്കേട് കാട്ടിയ ഏകലവ്യനെ ശിക്ഷിക്കാൻ മുനി തീരുമാനിക്കുന്നു. ഏകലവ്യനോട് ഗുരുവിനുള്ള ദക്ഷിണ ആവശ്യപ്പെടുന്നു. ചോദിക്കുന്ന ദക്ഷിണ എന്തും കൊടുക്കാമെന്ന് ഏകലവ്യൻ പറയുന്നു. നിന്റെ വലം കൈയുടെ തള്ളവിരൽ എൻ്റെ ഗുരുദക്ഷിണയായി ആഗ്രഹിക്കുന്നു, അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു നിമിഷം ഏകലവ്യൻ നിശബ്ദനായെങ്കിലും തൻ്റെ കത്തി പുറത്തെടുത്ത് തള്ളവിരൽ മുറിച്ച് അതെടുത്ത് ദ്രോണാചാര്യർക്ക് നേരെ നീട്ടുന്നു. ശൂദ്രനായ വേട്ടക്കാരനാണെങ്കിലും എന്നെ നിങ്ങൾ ശിഷ്യനാക്കിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. ധീരനായ യുവ വില്ലാളിയെ മുനി അനുഗ്രഹിക്കുന്നു. നിന്റെ തള്ളവിരൽ ഇല്ലെങ്കിലും നീ ഒരു മഹാനായ വില്ലാളിയായി നീ എന്നേക്കും സ്മരിക്കപ്പെടും എന്ന് പറഞ്ഞ് മുനി അവിടം വിട്ടു പോകുന്നു. വൈകല്യമുണ്ടായിട്ടും ഏകലവ്യൻ അമ്പെയ്ത്ത് തുടർന്നു. തൻ്റെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് അവന് അമ്പുകൾ എയ്യാൻ കഴിഞ്ഞു. അവൻ്റെ പ്രശസ്തി എല്ലായിടത്തും പരന്നു. ഇതറിഞ്ഞ ദ്രോണർ മൗനമായി ബാലനെ അനുഗ്രഹിക്കുകയും ദൈവത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു.